ഞാൻ ഇന്നിവിടെ ചെറിയ മത്തി കെട്ടി ഒരു ചെറിയ പീര വെക്കാൻ പോവുകയാണ്. അതിനകത്ത് വേണ്ടത് ഇരുമ്പം പുളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി വെള്ളത്തിൽ അരിഞ്ഞിട്ടേക്കാണ്. ഈ അരയ്ക്കാനുള്ള ചേരുവകൾ പീരയ്ക്കുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, ഉള്ളി, തേങ്ങ. കുറച്ച് തേങ്ങ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് കൂട്ടി ഒന്ന് ഉഴപ്പിയെടുക്കാം. നന്നായിട്ട് അരയേണ്ട, ഒന്ന് ചതഞ്ഞ് വാരിയാൽ മതി. ഇത് അങ്ങോട്ടൊന്നിട്ട് ചതക്കട്ടെ. ഞാൻ ചട്ടി എടുത്ത് അതിലോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അതിനകത്തോട്ട് മീനും അതിനകത്ത് ചേരേണ്ടതെല്ലാം കൂടെ വാരി ഇടുവാണ്. പുളിയുണ്ട്, പച്ചമുളകുണ്ട്, ഇരുമ്പം പുളിയാണ്, കരിവേപ്പിലയുണ്ട്. കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇച്ചിരി നേരം വെള്ളത്തിൽ കിടക്കട്ടെന്ന് വെച്ച്. ഇനി പച്ചമുളക് അതിനകത്തോട്ട് കീറിയിടുവാണ്. നല്ല നാടൻ പച്ചമുളക് ഇവിടെ നട്ട് വളർത്തിയതാണ്. അതിനകത്തോട്ട് ചതച്ച് വെച്ച അരപ്പങ്ങോട്ട് ഇടുവാണ്. ഇത്രയും ഉപ്പാണ് ഇടുന്നത്. വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാം. ജാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് കൈയിട്ട് പുരട്ടി വാരി തട്ടിക്കൂട്ടി, അധികം ഒരുപാട് വെള്ളമൊന്നും വെക്കേണ്ടത്. പീരയാണ്. മത്തി പുളിയും വേകാനുള്ള വെള്ളം നമുക്ക് വെച്ചാൽ മതി. ഒരു ശകല ഉപ്പും കൂടെ ഇട്ടേക്കാം. കാരണം ഇരുമ്പൻ പുളിയാണ് ഇട്ടേക്കുന്നത്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാനുണ്ട്. ഇത് തീ കത്തിച്ച് അടുപ്പിലോട്ട് വെക്കും. ചെറിയ തീക്കകത്ത് കിടന്ന് വെന്താൽ മതി. ഒരുപാട് തീ കൊടുത്താൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നമുക്ക് ചെറിയ തീക്കകത്ത് വെന്താൽ മതി. വെന്ത് നന്നായിട്ട് വറ്റി ഇറക്കാറാകുമ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കണം.